അമ്മയും പെങ്ങളും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ? അതെ. അവരെ ഒറ്റയ്ക്കാക്കുന്നത് ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. നീ സഖാവ് അഭിജിത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ വെട്ടുകൊണ്ട് മരിക്കുമ്പോൾ സഖാവിന് 20 വയസ്സാ പ്രായം, അല്ലേ? അങ്ങനെ എത്രയോ ചെറുപ്പക്കാർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കളയുന്നു. അപ്പോഴാണ് പാർട്ടിയെ കൊണ്ട് ജീവിതത്തിൽ ഗുണമുണ്ടാക്കിയ നിന്നെ പോലുള്ളവർ ഒഴിവ് പറഞ്ഞ് കളിക്കുന്നത്. അത് മോശമല്ലേ അയ്യപ്പദാസേ? ഈ കത്ത് പാനൂരെത്തിയാൽ സഖാവ് കുഞ്ഞനന്ദൻ മാഷിനെ ഏൽപ്പിക്കണം. തലശ്ശേരി സ്റ്റേഷനിൽ നിന്നെ കൂട്ടാൻ ആള് വരും. പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും അവര് നോക്കിക്കോളും. എന്ന് വെച്ചാൽ പോകണമെന്ന് പാർട്ടി പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ, പോവുക. ഈ ഒരു കാര്യത്തിന് സഖാവ് ഇവനെയും കൊണ്ട് ഇതുവരെ വരരുതായിരുന്നു. കൊടി പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കുക, ഓടാൻ പറഞ്ഞാൽ ഓടുക, ചാവാൻ പറഞ്ഞാൽ ചാവുക. അനുസരണാശീലം, അച്ചടക്കം ഒരു പാർട്ടി പ്രവർത്തനം അത്യാവശ്യം വേണ്ട ഒന്നാണ്. ഇല്ലേല അനുസരിപ്പിക്കേണ്ടി വരും. അത് വേണ്ടല്ലോ. എടുക്കൻ എന്നാ പിടിച്ചോ, പൊക്കോ. ദാസേ, നിനക്ക് എന്നോടൊന്നും തോന്നരുത്. ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, നിനക്കറിയാലോ. നീ വിട്ടോ, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. നിന്നെ ഞാൻ വിളിച്ചോളാം കേട്ടോ. ഇങ്ങനത്തെ പന്തം കണ്ട പെരിച്ചാനെ പോലെ നോക്കിട്ട് കേറുന്നു. നിങ്ങളെ മറ്റേ ഗവൺമെന്റ് അയ്യപ്പദാസല്ലേ? കേര്. പേരും ജാതകം നഷ്ടത്തിലെല്ലാം നോക്കിയിട്ട് കേരും. നിങ്ങൾ കണ്ണൂർ ആദ്യമായിട്ടല്ലേ? നിങ്ങളെ പേടിച്ചിട്ടുള്ള നിപ്പ് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതെ, ചേട്ടനെന്താ പരിപാടി? എനിക്ക് വർക്ക്ഷോപ്പാ, നല്ല പണിയാന്ന്. ഞാൻ തുറക്കലും ഇല്ല, പോക്കും ഇല്ല. അതിന്റെ ആവശ്യം വരുന്നില്ല. അതാ 365 ദിവസം ഹർത്താലല്ലേ. പോലീസുകാർക്ക് നല്ല വർക്കാ. പേടിയുണ്ടെങ്കിൽ ചെറുതായിട്ട്. നിങ്ങളൊന്നും പേടിക്കണ്ട കേട്ടോ, നല്ല സ്ഥലമായിരുന്നു. പിന്നെ ഇടക്കിടക്ക് രണ്ടാളെ കൊല്ലൂ, അങ്ങനെ നിസ്സാര പ്രശ്നങ്ങളേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് പേടിയൊന്നുമില്ലല്ലോ. നല്ല സ്ഥലമാണ്, ജീവിക്കാൻ നല്ല സുഖ. പറഞ്ഞു തീർക്കില്ല, കോലിക്കളി തുടങ്ങിയല്ലോ. നിക്ക് കാര്യമായിട്ട് എന്താ പ്രശ്നം ഉണ്ടല്ലോ. എന്റെ അമ്മ, ഇത് നമ്മളെ ആൾക്കാരല്ലല്ലോ. കുഴപ്പാ ഒരാൾക്കോട് സംഗീതമാകുന്ന മോനെ. കുട്ടികളെയാ നല്ല സമയട്ടോ നിങ്ങള്. അവരെ കൈമലാറ്റം കിട്ടിയിട്ടില്ലേ, ഭ്രാന്തനായി കടിച്ചു പറിച്ച പോലെ ആയിക്കളി. അനക്ക് ഇഷ്ടമല്ല അയച്ചുള്ള, വല്ലാണ്ട് അടിക്കുമെന്ന്. അയച്ചുള്ള കൊണ്ട് വലിയ ശല്യ. കണ്ണൂർ എപ്പം കുഴപ്പമുണ്ടാക്കുന്ന ഇവരെന്നെയാ.
ഇനി നമ്മളെ സ്ഥലം ഒന്നും പേടിക്കാനില്ല. കണ്ട അതിലൊരു ബോർഡ് കണ്ട, അനക്ക് പേടിയൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടാ. അത് നിങ്ങൾ ഉള്ളതുകൊണ്ടാന്നില്ല, ഞാൻ അവിടെ ഒരു കുഴപ്പമാക്കി വരും. നിങ്ങൾ തടി കുറച്ച് കുറക്കണം കേട്ടാ. കംപ്ലീറ്റ് വണ്ടി എടുത്തോട്ടെ വന്നു. അല്ല വേണ്ട, 2 ദിവസം കൊണ്ട് മെലിഞ്ഞോളൂ. അല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ലേ? ഈടെ പ്രശ്ന നമ്മളെ പാർട്ടി ഗ്രാമത്തിലാ. നിങ്ങളെന്നാ പറയുന്നത്? ഈടെ പ്രശ്നം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം, ഇതാണ് പാർട്ടി നാട്, ഇതാണ് പാർട്ടി ഓഫീസ്, പന്നിയന്നൂർ മുകുതൻ എന്ന സീമുഖക്കുട്ടിയുടെ നാട്. കോട്ടത്ത് കാണുന്ന സഖാവിന്റെ മൂത്തവനാ, നടുക്കത്തെ അപ്പുറത്തിലെ രക്തസാക്ഷികളാ. ഓനാൾ ഉഷാറാ, നല്ലോണം പഠിക്കൂ. ഈടില്ല തിരുവനന്തപുരത്താ. ഈടിയാണെങ്കിൽ ഓനും രക്തസാക്ഷി ആവുകയും. ഫോണി നോക്കണേ, നമ്മളെ അച്ചാച്ചന്റെ കാലത്ത് ഇല്ല. ഒരു അഗ്നിപരീക്ഷണമാണ്. ഓർക്കേണ്ട വസ്തുത ഇതൊരു കേന്ദ്രവിരുദ്ധ സമരമാണ് എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞത് മറക്കണ്ട, പ്രകോപനങ്ങൾ ഉണ്ടാവും. നമ്മളായിട്ട് അബദ്ധം കാട്ടണം. നമ്മളെ പെരുന്തച്ഛനാ, ബുദ്ധിജീവി. എഴുന്നേറ്റോളൂ. നല്ല കിണ്ണത്തപ്പാന്ന് എടുക്ക്. സഖാവ് ആലപ്പുഴയിലേടയാ? പുന്നപ്ര. ഓ, ഒരർത്ഥത്തിൽ പുന്നപ്പുറയിൽ നിന്നും കൂത്തുപറമ്പിലേക്കുള്ള യാത്ര അല്ലേ? സഖാവ് AKG സുശീല ടീച്ചറെ കണ്ടെത്തിയ നാട്. പാർട്ടി വളർന്ന അധ്വാനവർഗം സമ്പുഷ്ടമാക്കിയ 2 മണ്ണ്, ആലപ്പുഴയും കണ്ണൂരും. നല്ലത്. സഖാവിനപ്പോൾ കണ്ണൂരൊന്നും അപരിചിതമായിരിക്കില്ലല്ലോ. അതോർക്ക് വരുന്ന വയ്ക്കാൻ മനസ്സിലായി. അപ്പൊ താമസമല്ല എങ്ങനെയാ? സഹകരണ ബാങ്കിലെ സുഗുണാട്ടന്റെ വീടിന്റെ മുകളിൽ എല്ലാം സെറ്റാക്കി. നന്നായി. നാളെയല്ലേ ജോയിൻ ചെയ്യുന്നത്? അതെ. അപ്പൊ സഖാവിന്റെ നിസ്സീമമായ പ്രവർത്തനം ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാവട്ടെ. അതാ ഓ താക്കോല് പിടി. അപ്പോൾ കുഞ്ഞരത്തൻ മാഷ് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളാണ് മൂത്ത സഖാവിൻ്റെ ഭാര്യ. നിങ്ങൾ എങ്ങനെയെങ്കിലും മൂത്ത സഖാവിനെ കാത്തോളൂ കേട്ടാ. പിന്നെ നിങ്ങളെ ജീവൻ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണം. അതിന് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് സഖാവിൻ്റെ ജീവനാന്ന് വരുന്നത്. അപ്പം മറക്കണ്ട. അപ്പോൾ അത് അടിച്ചല്ല കയറിക്കോ. ഞാൻ പോവാ. ജാൽസലാം. ഏഴര വിളിക്കുമ്പോൾ അവൻ്റെ എസ്കോട്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാം. പ്രസിനെ വിളിക്കുമ്പോൾ മണൽക്കടത്ത് സംഘം SIയെ ഡ്യൂട്ടിക്കിടെ ആക്രമിച്ചെന്ന് കൊടുത്തേക്കണം. ഇവനെ താങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരും വിചാരിച്ചാലും ഇവനൊന്നും പുറത്തിറങ്ങരുത്. ഉള്ള പ്രളയമെല്ലാം വന്നിട്ട് നീ ഒന്നും പഠിച്ചിട്ടില്ല. ചെല്, റിപ്പോർട്ട് ഹൗസാറിനെ കൂടെ എഴുതിച്ചാൽ മതി. എന്താ വിഷയം? സർ, പന്നിയന്നൂർ മുകുന്ദൻ സഖാവിന്റെ ഗൺമാനാ. ജോയിൻ ചെയ്യുന്നവനെ സാറൊന്ന് കാണാൻ വന്ന. ഗൺമാൻ പൊതുവെ സുഖപരിപാടിയാ. പക്ഷെ നീ ഇവിടെ ഒന്ന് പെടും. നല്ല തീ പിടിച്ച ഓട്ടമായിരിക്കും. എന്താ എൻ്റെ പേര്? അയ്യപ്പദാസ്. താൻ പാർട്ടിക്കാരനാണല്ലേ? വിവീഷും വലിയ സഖാവാ. ഈ പോലീസുകാരും രാഷ്ട്രീയം കളിക്കുന്ന വലിയ സുഖമില്ലാത്ത ഏർപ്പെടാ. എന്താ ഷെരീഫേ? ഇല്ല, പറ. എവിടെ? തടഞ്ഞു വെക്കാനോ? ടൗണിലോ? ആ സച്ചിനെ, വണ്ടി എടു. താൻ വാ. സ്റ്റേഷൻ ആള് കുറവാ. താനോടോ അവിടെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ ഇറങ്ങി. അടുത്തെടുത്തു. കുടുംബത്തിന് വില അറിയോ? നിങ്ങളെ പഠിപ്പിക്കൊന്നും വേണ്ട. നിങ്ങളെക്കാൾ അന്തസ്സായിട്ട് ഞാൻ ജീവിക്കുന്നത്. എന്താ ഷെരീഫേ പ്രശ്നം? പെണ്ണിനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. എന്താടാ അവിടെ? എന്താ പ്രശ്നം? സാറിന് കണ്ടോ സാറേ? ഇന്ന് രാവിലെ പണി കഴിഞ്ഞ് ഓട്ടോ ചെയ്ത് ഇത് 3-ാം തവണ ഈ കളി കാണിച്ചു കൂട്ടുന്നു. എനിക്ക് ജീവിക്കണ്ടേ സാറേ? ഓൾ പറയുന്ന കേട്ടോ. എന്താ കാരണം? എന്ത് കാരണം സാറേ? ഞാൻ വേറെ പാർട്ടിക്കാരായതുകൊണ്ട്, ഇവരുടെ യൂണിയനിൽ ചേരാത്തോണ്ട്.
ഞാനൊരു ആദിവാസി പെണ്ണായി പോയില്ല സാറേ. ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കുന്ന ഇവൾക്ക് സഹിക്കുന്നില്ല. പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഗുണ്ടായിസം ഭീഷണി കുറച്ച് നാളായി ഇതെല്ലാം തുടങ്ങിയിട്ട്. ഞാനും ജനിച്ച നാടായത്, എനക്ക് അറിയാൻ സാറേ. ഇവരെ കളി എന്റെ അടുത്ത് നടക്കൂല. ഇവളെ പറയുന്നത് മുഴുവൻ നുണയാ സാറേ. ഇവളെ പണിയെന്താ അറിയാം? കസ്റ്റമേഴ്സിനെ കുറിച്ച് ഇവിടുത്തെ ഓട്ടോക്കാരെ കുറിച്ച് കുറ്റം പറയില്ല. ട്രിപ്പ് തട്ടെടുക്കുക, ആരോടും ദേഷ്യന്റെ തെരഞ്ഞു പിടിച്ച് അവർ നേരെ പെറ്റിച്ച് കൊടുക്കുക. കള്ളു കുടിച്ച് നടക്കല്. ഇതൊന്നും ഈ പരിപാടി ഒന്നും സ്റ്റാൻഡിൽ നടക്കൂല സാറേ. വെറുതെ ഇളക്കുന്നേ സാറേ. ഒരു സംശയം നാട്ടുകാരോട് ചോദിച്ചു നോക്കും. ഞാൻ നിന്നോട് തന്നെ ചോദിച്ചോടാ. ഓഹോ, ഒരു പ്രശ്നം ഉണ്ടാകുന്ന രണ്ടു കൂട്ടരോട് ചോദിക്കണ്ട സാറേ, അതല്ല മാന്യത. ഒരു പെണ്ണിനെ പബ്ലിക്കായിട്ട് ഉപദ്രവിച്ചിട്ട് കിടന്ന് ചലിക്കുന്നോടാ നീ. പിടി സാർ, പ്രശ്നം നമ്മളെ കയ്യിൽ കൂല. ഒരു പ്രശ്നമില്ല, കേസ് എടുക്കണം. ആൾക്കൂട്ടത്തിന്റെ ബലത്തിൽ ഈ പെണ്ണിനെ ഉപദ്രവിച്ച് ആരായാലും രക്ഷപ്പെടാൻ തരുന്നുണ്ട്. നിയമം കൈയെടുത്ത എല്ലാത്തിനെയും പൊക്കും. മോൻ സാറേ, കൂത്തുപറമ്പിൽ കൂടുതൽ പോസ്റ്റോട് വരാൻ പറ. ആഹാ, കളി നമുക്ക് നോക്കാം. പാർട്ടിക്കാരാന്ന് വെച്ചാൽ എന്ത് തോന്നിയാലും കാണിക്കാം. ഇത് പൂര കുഴപ്പാവും. ഇത് ഇട നിൽക്കൂല. പാടച്ചോനെ തീരുമാനായി. വെറുതെ വിടരുത് സാറേ. ഇതിന് വേണ്ടി ഏത് അച്ഛൻ വരെയും പോകും ഞാൻ. ഞാനൊരു ദേശീയക്കാരെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. എന്താ മോഹന, നിങ്ങള് പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കല, തീർക്കാനല്ലേ നോക്കണ്ടത്? സാറ് ഇവിടുത്തെ ഇഷ്യൂ കണ്ടല്ലോ. ഈ പെണ്ണിന്റെ ഇവരെല്ലാവരും ഇത് ഓട്ടോക്കാർ തമ്മിലുണ്ടായ പ്രശ്നമായിട്ട് അങ്ങ് വിട്ടാ മതി, കേസൊന്നും വേണ്ട. അതല്ല സാർ, ഇവർക്ക് പരാതിയുള്ള സ്ഥിതിക്ക് അതിനിവിടെ ആർക്കും പരാതിയില്ലല്ലോ. എനിക്ക് പരാതി ഉണ്ടാ? ഇല്ല. ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ? അതും പുതിയൊരാളാവുമ്പോൾ വേണ്ടേ? Thank you.